ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാജി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. सबसे पहले मैं हृदय की गहराइयों से और मन के संपूर्ण भाव से माता अमृतामन मई के चरणों में, अम्मा के चरणों में शीश झुकाकर प्रणाम करना चाहता हूं. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സമ്പൂർണ്ണ മനസ്സോടെ അമ്മയുടെ മാതാ അമൃതാനന്ദമയി ദേവിജിയുടെ ചരണകമലങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. मित्रों, परसों ही उड़ीसा में एक रेल एक्सीडेंट में हमने कई लोगों का जीवन खोया है. अपने परिवार का एक व्यक्ति बीच में से अचानक चले जाना, दुर्घटना के कारण चले जाना, ये बहुत दुखद होता है. മിനിഞ്ഞാന്ന് ഒഡീഷയിലുണ്ടായ തീവണ്ടി അപകടത്തിൽ അനേകം പേർ കൊല്ലപ്പെട്ടു. നമ്മുടെ തന്നെ കുടുംബത്തിലെ ഒരാൾ പെട്ടെന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതായി പോകുന്ന പോലെയുള്ള ഒരു ദുരന്ത അനുഭവമായിരുന്നു അത്. वो दुर्घटना में जिन जिन लोगों की जान गई है और जो जख्मी है, वो सभी के परिवारों के प्रति मैं मेरी ओर से और भारत सरकार की ओर से संवेदना व्यक्त करता हूं. അവിടെ ജീവൻ പൊലിഞ്ഞുപോയ ഓരോരുത്തരുടെയും അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ടവരുടെയും കുടുംബാംഗങ്ങളോടും ആ പരേതാത്മാക്കളോടും ഉള്ള സംവേദന, ഹൃദയഭാവങ്ങൾ ഞാൻ പ്രകടിപ്പിക്കുന്നു. मैं जब हमेशा केरल आता हूं तब मन को बड़ी शांति और आनंद का एहसास होता है. കേരളത്തിൽ വരുമ്പോഴെല്ലാം എനിക്ക് മനസ്സിന് ശാന്തിയും ആനന്ദവും അനുഭവപ്പെടാറുണ്ട്. यहां आते ही आदि शंकराचार्य, महात्मा अयंकाली, नारायण गुरु और अम्मा सबके आशीर्वाद अपने आप यहाँ की हवाओं से प्राप्त होते हैं. ആദിശങ്കരാചാര്യരുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നാരായണ ഗുരുദേവന്റെ അമ്മയുടെയും എല്ലാം ആശീർവാദങ്ങൾ തനിക്ക് പ്രാപ്തമാകുന്ന പോലെയുള്ള അനുഭവമാണ്. और मैं कई बार मेरे जीवन में अम्मा को मिला हूं. അനേക തവണ ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്. हर बार उनके पास से नई चेतना और नई ऊर्जा प्राप्त कर कर वापिस गया हूं. ഓരോ തവണയും അമ്മയുടെ അടുത്ത് നിന്ന് പുതിയ ഒരു ഉണർവും പുതിയൊരു ചൈതന്യവും സമ്പാദിച്ചിട്ടാണ് ഞാൻ മടങ്ങിപ്പോയിട്ടുള്ളത്. और मेरे जैसे 4 करोड़ से ज्यादा लोगों को पूरे विश्व में अम्मा ने अपना प्यार दिया है, अपना स्नेह दिया है और उनको ऊर्जा प्रदान करने का काम किया है. എന്നെ പോലെയുള്ള 4 കോടിയിലധികം ആൾക്കാർക്ക് അമ്മ സ്നേഹം നൽകിയിട്ടുണ്ട്, ഊർജം നൽകിയിട്ടുണ്ട്, അമ്മ സ്വന്തമാക്കിയിട്ടുണ്ട്. अम्मा ने सात छत में स्नेह के सागर की तरह अपने पास जो भी आया या वो जिनके पास गई, वो सभी के जीवन में चेतना, ऊर्जा और अनंत शांति का आभास कराने का काम किया है. അമ്മയുടെ അടുത്തെത്തിയവരെയോ അല്ലെങ്കിൽ അമ്മ നേരിട്ട് ചെന്നിട്ടോ എല്ലാ ആൾക്കാരിലും അമ്മ സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ആനന്ദത്തിന്റെയും ഒരു തരംഗം, ഒരു സമുദ്രം പോലെ അമ്മ അലയടിപ്പിച്ചിട്ടുണ്ട്. आज मैं यहां आया हूं, एक ही काम के लिए आया हूं. आज यहां 25 साल पूरे होना ये बहुत बड़ी बात है, मगर मैं आप सभी को किसी भी प्रकार के दंभ के बगैर कहना चाहता हूं, मैं केवल और केवल अम्मा के अच्छे कामों को एक्नोलेज करने के लिए आज यहाँ पर उपस्थित हुआ हूं. ഇവിടെ 25ാം വാർഷികത്തിന് വേണ്ടിയാണ് വന്നിട്ടില്ലെങ്കിലും ഞാൻ വളരെ നിഷ്കപടമായ ഭാവത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നിങ്ങളുടെ എല്ലാവരുടെയും ഈ സ്നേഹ സേവനത്തിനെ അക്നോളജ് ചെയ്യാൻ, അതിനെ അംഗീകരിക്കുവാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. धर्म, परंपरा, संस्कृति और सेवा के चारों क्षेत्र में अम्मा ने ये 5 दशकों में जो योगदान किया है, न केवल भारत, समग्र विश्व में हमारी सनातन संस्कृति को बहुत यश दिलाने का काम अम्मा ने किया है. ധർമ്മം, സേവ മുതലായ വിവിധ മേഖലകളിൽ ഈ ലോകമെമ്പാടും നാലുപാടും അമ്മ ചെയ്തിട്ടുള്ള ആ സേവന പ്രവർത്തനങ്ങൾ ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവനും തന്നെ ഏറ്റവും വലിയൊരു സംഭാവനയാണ്, അഭിമാനാർഹമായ സംഭാവനയാണ്.
और समग्र विश्व में भारत की सनातन संस्कृति को, हमारी परंपरा को अम्मा ने इसके सारे अच्छे पहलुओं को विश्व के सामने उजागर कर कर हमारी संस्कृति को एक नए आयाम और परिचय देने का काम किया है। ലോകത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ഭാരതീയ സംസ്കാരത്തിന്റെ ഭാവാത്മകമായ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വിതരണം ചെയ്തുകൊണ്ട് അമ്മ ഭാരതീയ സംസ്കാരത്തെ ലോകത്തിലെത്തിപ്പിക്കുവാനുള്ള വളരെ മഹത്തായ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. अम्मा ने जो कुछ किया जीवन में वो हमेशा सफल हुआ। ये इंस्टीट्यूशन इसी का उदाहरण है। 125 बिस्तरों के साथ ये इंस्टीट्यूशन शुरू हुआ। आज 1350 बेड के साथ एक दुनिया का सबसे अच्छा इंस्टीट्यूशन बना है। एक्सेलेंसी, इनोवेशन और साथ में साथ संवेदना के साथ पेशेंट केयर के प्रति समर्पित ये इंस्टीट्यूशन भारत के सभी सेवा केंद्रों में सबसे उत्कृष्ट केंद्रों में से एक है। അമ്മ എന്തെല്ലാം ഏറ്റെടുത്തിട്ടുണ്ടോ അതെല്ലാം വിജയപ്രദമാക്കിയിട്ടുണ്ട്. 125 കിടക്കകൾ ആരംഭിച്ച് 13,050 കിടക്കകൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്ഥാപനം തന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ്. എല്ലാ തുറകളിലും അമ്മ ഈ വൈദ്യശാസ്ത്രത്തിന്റെ പേഷ്യന്റ് കെയർ, എക്സലൻസ് മുതലായ എല്ലാ തുറകളിലും അമ്മയുടെ ഈ സ്ഥാപനം വളരെ ശക്തമായ മുഖമുദ്ര പതിപ്പിച്ചിരിക്കുകയാണ്. ये संस्थान की जो उपलब्धियां है, इंस्टीट्यूशन के जो अचीवमेंट्स है, उससे पूरे दक्षिण भारत में स्वास्थ्य के क्षेत्र में सेवा के एक नए युग की शुरुआत हुई है. അമ്മയുടെ ഈ സ്ഥാപനം കൊണ്ട് ഈ ദക്ഷിണ ഭാരതത്തിൽ മുഴുവനും തന്നെ വൈദ്യശാസ്ത്ര സേവന രംഗത്ത് ഒരു പുതിയ പന്ഥാവ് വെട്ടിത്തുറന്നിരിക്കുകയാണ്. मित्रों, आज अम्मा के आशीर्वाद से अमृतापुरी परिसर और कोची परिसर में एक स्टेट ऑफ आर्ट रिसर्च फैसिलिटी का भी उद्घाटन हुआ है. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് അമൃതപുരി ക്യാമ്പസിലും കൊച്ചി ക്യാമ്പസിലും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ആധുനിക ഗവേഷണത്തിന്റെ സെന്ററുകൾ, കേന്ദ്രങ്ങൾ തുറന്നിരിക്കുകയാണ്. इसका कुल क्षेत्रफल 1.85 लाख वर्ग फुट से अधिक होगा. 1.85 लाख स्क्वायर फीट 1.85 लाख स्क्वायर फीट से अधिक क्षेत्रफल होगा. ഇതിന്റെ ആകെ വിസ്തീർണം 1.85 സ്ക്വയർ ഫീറ്റ് അതിലും കൂടുതലാണ്. एक बार ताली बजा दीजिए इनके लिए. ക്ഷമിക്കണം, 1.85 ലക്ഷം 1.85 ലക്ഷം സ്ക്വയർ ഫീറ്റിലും അധികമാണ്. मित्रों, अमृता मल्टी डिसिप्लिनरी रिसर्च, इनोवेशन एंड ट्रांसलेशन हब ये दुनिया में रिसर्च के क्षेत्र में बहुत प्रतिष्ठित संस्थान बन चुके हैं. അമൃതയുടെ ഈ റിസർച്ച് ഹബ്ബുകൾ ലോകത്തിൽ മുഴുവനും തന്നെ ഏറ്റവും അധികം പ്രതിഷ്ഠിതമായ ഒരു കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. अमृतापुरी में 1.85 लाख वर्ग फुट, शिकागो में 20,000 वर्ग फुट, फरीदाबाद में 3 लाख वर्ग फुट और कोची में 10 लाख वर्ग फुट के एरिया में ये शुरू होने जा रहे हैं. ഇത് ഈ പറയുന്ന റിസർച്ച് കേന്ദ്രങ്ങൾ ഫരീദാബാദിൽ 26,000 ചതുരശ്ര അടിയും 26,000 ക്യൂബ് അടിയും, ഫരീദാബാദിൽ അമൃതപുരിയിൽ 3 ലക്ഷം ക്യൂബിക് അടിയും, ക്ഷമിക്കണം, ഷിക്കാഗോയിൽ 3 ലക്ഷം ക്യൂബിക് അടിയും, അമൃതപുരിയിൽ 10 ലക്ഷം ക്യൂബിക് അടിയും വ്യാപ്തമുള്ള വോള്യമുള്ള സ്ഥാപനങ്ങളായിട്ടാണ് വളർന്നു വരുന്നത്. मित्रों, आज अमृता अस्पताल के 25 साल पूरे हुए हैं. അമൃത ഹോസ്പിറ്റലിന്റെ 25ാം വർഷം ഇന്ന് പൂർണ്ണമായി. सेवा के क्षेत्र में अपने स्वर्णिम 25 साल पूरे किए हैं. 98 से लेकर 2023 तक की यात्रा में 20 लाख से ज्यादा पेशेंट को यहां पर पूर्णतया फ्री ऑफ कॉस्ट इलाज किया गया है.
1998 മുതൽ 2021 വരെയുള്ള ഈ 25 വർഷങ്ങൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ 20 ലക്ഷത്തിലധികം രോഗികൾക്ക് സൗജന്യമായ ചികിത്സ ഈ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. करोड़ों लोगों ने पेमेंट कर कर अपना इलाज कराया है, परंतु ये जो 20 लाख 20 लाख गरीब लोगों की सेवा अमृता अस्पताल ने फ्री ऑफ कॉस्ट करी है, इनके जीवन में एक नया दीप प्रगटाने का काम अमृता अस्पताल ने किया है. കോടിക്കണക്കിന് രോഗികൾക്ക് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ കിട്ടിയിട്ടുണ്ട്. പക്ഷേ 20 ലക്ഷം പേർക്ക് പൂർണ്ണ സൗജന്യമായ രീതിയിലുള്ള ചികിത്സകൾ കിട്ടിയത് അവരുടെ ജീവിതത്തിലെല്ലാം ഒരു പുതിയ ദീപം തെളിയിച്ചതിന് തുല്യമായ ഒരു അനുഭവമായി മാറിയിട്ടുണ്ട്. और इसके लिए लगभग 800 करोड़ रुपीस खर्च किया गया है. यही बताता है कि सेवा परमो धर्म के हमारे वाक्य को अम्मा के इस इंस्टीट्यूट ने किस प्रकार से चरितार्थ किया है. ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ സേവാ പരമധർമ്മം എന്നുള്ള ആ നമ്മളുടെ സംസ്കാരത്തിന്റെ ആദർശവാക്യത്തിന്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ്. मित्रों, सिर्फ सेवा करना नहीं, मेडिकल के क्षेत्र में अनेक प्रकार की नई शुरुआत मेडिकल साइंस में पूरे देश में इस इंस्टीट्यूशन ने की है. ഇത്തരത്തിലുള്ള സേവനങ്ങൾ മാത്രമല്ല, വൈദ്യശാസ്ത്ര രംഗത്തുള്ള പുതിയ പുതിയ അനേകം കാൽവയ്പുകൾ ഈ അമൃത സ്ഥാപനങ്ങൾ ഭാരതം മുഴുവനുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. भारत में पहली बार माइक्रो ब्लड स्टेम सेल ट्रांसप्लांट करने का काम इस अस्पताल ने किया. മൈക്രോ ബ്ലഡ് സെൽ ട്രാൻസ്പ്ലാന്റ് ഭാരതത്തിൽ ആദ്യമായി ചെയ്യപ്പെട്ടത് അമൃത സ്ഥാപനത്തിൽ നിന്നാണ്, അമൃത ഹോസ്പിറ്റലിൽ നിന്നാണ്. सबसे पहला पूर्ण रूप से रोबोटिक लीवर ट्रांसप्लांट करने का काम भी यहीं पर किया गया. പൂർണ്ണമായ റോബോട്ടിക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യപ്പെട്ടത് ആദ്യമായി. रोबोटिक घुटना और हिप रिप्लेसमेंट का काम भी यहीं पर सबसे पहले हुआ. റോബോട്ട് ഉപയോഗിച്ച് മുട്ട് മാറ്റിവെക്കലും അതുപോലെ അരക്കെട്ട് മാറ്റിവെക്കുക എന്നുള്ള ശസ്ത്രക്രിയകളും ഇവിടെ തന്നെയാണ് ആദ്യമായി ചെയ്യപ്പെട്ടത്. भारत में सबसे पहली मेडिकल 3D प्रिंटिंग की सुविधा भी यहीं पर बनी. അതുപോലെ മെഡിക്കൽ 3D പ്രിന്റിംഗിന്റെ ആദ്യത്തെ സൗകര്യവും അമൃതയിൽ നിന്നാണ് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത്. और पूरे विश्व में पहली बार 2022 में सबसे छोटे कृत्रिम हृदय पंप का भी ट्रांसप्लांट इसी अस्पताल में किया गया. 2022 ലോകത്തിൽ ആദ്യമായിട്ട് ഏറ്റവും ചെറിയ ഹൃദയ വാൽ ശസ്ത്രക്രിയയും ഇവിടെ തന്നെയാണ് നടന്നത്. तो सेवा के साथ साथ मेडिकल साइंस में पूरे ग्लोब में कंट्रीब्यूशन करने का भी इस इंस्टीट्यूशन का बहुत अच्छा रिकॉर्ड है. और वो मैं मानता हूं अम्मा की सेवा की भावना से ही प्रेरित है. ലോകത്തിന് മുഴുവനും തന്നെ ആരോഗ്യ രംഗത്ത് മഹത്തായ സംഭാവനകൾ ചെയ്യാനുള്ള കാൽവയ്പും അമൃതയിൽ നിന്ന് തന്നെയാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് അമ്മ നൽകിയ ഏറ്റവും വലിയ സംഭാവനയായിട്ടാണ് ഞാൻ കാണുന്നത്. मैं अम्मा के एक वाक्य को रिपीट करना चाहता हूं. उन्होंने कहा कि असंतोष सबसे बड़ी गरीबी है और संतोष वास्तविक समृद्धि है. അമ്മയുടെ ഒരു വാക്ക് ഉദ്ധരിക്കുകയാണ്. അസംതൃപ്തിയാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം, സന്തോഷമാണ് ഏറ്റവും വലിയ സമ്പത്ത്. और इसीलिए राष्ट्रपति कलाम ने कहा, देना मैंने अमृतपुरी से सीखा है. രാഷ്ട്രപതി ശ്രീ അബ്ദുൽ കലാം ജി പറഞ്ഞത് നൽകുവാനുള്ള പാഠം ഞാൻ അമൃതപുരിയിൽ നിന്നാണ് പഠിച്ചതെന്നാണ്. और अम्मा ने ये देने के संस्कार को 4 करोड़ लोगों को जीवन में उत्साह, स्नेह, प्रेम और वात्सल्य का समुद्र देकर इनके जीवन को नई आशा के साथ जीने का प्रेरणा दिया है. അമ്മ ഈ ദാനം ചെയ്യുക എന്നുള്ള ആ ഭാവത്തിലൂടെ 4 കോടിയിലധികം ജനങ്ങൾക്ക് വാത്സല്യവും സ്നേഹവും കാരുണ്യവും എല്ലാം നൽകിയിട്ട് അവരെ എല്ലാം ജീവിക്കുവാനുള്ള പ്രചോദനം കൊണ്ട് നിറച്ചിരിക്കുകയാണ് അമ്മ. और इतनी बड़ी उपलब्धियों के साथ सातत्यपूर्ण तरीकों से कंटिन्यूटी के साथ 50 साल की से सेवा करने के बावजूद
मैंने जो विनम्रता अम्मा में देखी है वो शायद ही किसी व्यक्ति में, आम व्यक्ति में भी देखने को नहीं मिलती। ഇതിനെല്ലാം പുറമെ 50 വർഷമായ അനവരതം അമ്മ ഇങ്ങനെ ലോകത്തിന് വേണ്ടി ജീവിച്ച് ലോകത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരുന്നിട്ടും അമ്മയിൽ കാണുന്ന ആ അത്ഭുതകരമായ വിനയം അത് സാധാരണക്കാരിൽ പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മഹാഗുണമായി എനിക്ക് തോന്നുന്നു. मित्रों, अम्मा के सेवा का दायरा न केवल भारत, पूरा विश्व है। मैं गुजरात से आता हूं। 2001 में गुजरात में भूकंप आया था और ढेर सारे संस्थानों ने इसमें मन से मदद की थी, मगर अम्मा के फाउंडेशन ने गुजरात भूकंप में 1200 से ज्यादा भूकंप प्रतिरोधी घर बनाकर दिए। 1200 घर जो भूकंप प्रतिरोधी है, और इतने अच्छे तरीके से उनके गांव भी बनाकर दिए कि आज भी वो लोग अम्मा के गांव के नाम से ये दोनों गांव जाने जाते हैं। അമ്മയുടെ ഈ സേവനത്തിന്റെ സീമ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനുമുള്ളതാണ്. ഞാൻ വരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. 2001 ഗുജറാത്തിൽ നടന്ന ഭൂകമ്പത്തിൽ തകർന്നുപോയ വീടുകൾ പുനരുദ്ധരിച്ച് അമ്മ 1200 വീടുകൾ പണിഞ്ഞു കൊടുത്തു. അതെല്ലാം ഒരു ഗ്രാമങ്ങളാക്കി മാറ്റുകയും കൂടി ചെയ്തിട്ടുണ്ട്. ആ നാട്ടിലുള്ളവർ ഇപ്പോൾ അവർ അമ്മയുടെ ഗ്രാമത്തിലുള്ളവരാണെന്നാണ് സ്വയം അഭിമാനിക്കുന്നത്. और ऐसे ढेर सारे उदाहरण हैं। 2015 में नेपाल का भूकंप, 2014 में जम्मू कश्मीर में फ्लड, 2014 में फिलीपाइंस का तूफान और 2004 की भारत और लंका की सुनामी। हर बार अम्मा ने अपने अनुयायियों के साथ अनेक पीड़ित लोगों की मदद करने के लिए बड़े उत्साह और आशीर्वाद के साथ काम किया। 2015 നേപ്പാൾ ഭൂകമ്പം, 14 ജമ്മു കാശ്മീർ ഫ്ലഡ്, അതുപോലെ 14 കൊടുങ്കാറ്റ്, 2004 സൗത്ത് ഏഷ്യൻ സുനാമി, ഇതിലെല്ലാം അമ്മ പെട്ടെന്ന് പ്രതികരിച്ച് എല്ലാവർക്കും സേവനവും ആശീർവാദവും അനുഗ്രഹവും നൽകുന്നതായി നമ്മൾ കണ്ടു. भारत में स्वच्छता अभियान को गति देने के लिए 200 करोड़ रुपीस, 100 करोड़ गंगा के किनारे बसे हुए गांवों में शौचालय बनाने के लिए, टॉयलेट बनाने के लिए, और 100 करोड़ केरल में टॉयलेट बनाने के लिए स्वच्छता अभियान को अम्मा ने 200 करोड़ रुपीस देकर गति देने का काम किया है। അമ്മ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. 200 കോടി രൂപയാണ് അമ്മ നൽകിയിട്ടുള്ളത്. 100 കോടി ഗംഗാതീരങ്ങളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കുവാനും 100 കോടി കേരള ഗവൺമെന്റിന്റെ ശുചിത്വ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നൽകിയിട്ടുണ്ട്. 200 കോടി രൂപയാണ് ചെയ്തിട്ടുള്ളത്. इसके अलावे भी 45,000 घरों का निर्माण और लगभग 1 करोड़ गरीबों को प्रतिवर्ष अनाज देने का कार्यक्रम, अन्न देने का कार्यक्रम अम्मा के माध्यम से चलता है। 45,000 ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവൃത്തി, അതുപോലെ 1 കോടി പേർക്ക് പ്രതിവർഷം ആഹാരം വെച്ചു കൊടുക്കുന്ന ആ പ്രവൃത്തി, ഇങ്ങനെ ഇതെല്ലാം അമ്മയുടെ ഭാഗത്തു നിന്ന് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. मित्रों, आज मैं जब यहाँ आया हूं तब आजादी का अमृत महोत्सव का वर्ष है। ഇപ്പോൾ ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ സമയം സ്വാതന്ത്ര്യത്തിന്റെ അമൃതവർഷം വേളയാണ്. और विगत 9 सालों में नरेंद्र मोदी सरकार ने हेल्थ के क्षेत्र में एक होलिस्टिक अप्रोच के साथ बहुत बड़ा परिवर्तन लाने का काम किया है। കഴിഞ്ഞ 9 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ആരോഗ്യരംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ, സമഗ്രമായ പുരോഗതിയുടെ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. स्वच्छ भारत अभियान, फिट इंडिया मिशन, पोषण मिशन, मिशन इंद्रधनुष और आयुष्मान भारत और जल जीवन मिशन, ये सभी मिशनों ने व्यक्ति के आरोग्य को अच्छा बनाने के लिए ढेर सारे काम किए हैं। ഫീഡ് ഇന്ത്യ മിഷൻ, മിഷൻ ഇന്ദ്രധനുഷ്, ആയുഷ്മാൻ മിഷൻ, ജൻജീവൻ മിഷൻ, ഇങ്ങനെ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം ഓരോ വ്യക്തികൾക്കും അതിന്റെ പ്രയോജനങ്ങൾ ഉണ്ടായി മുന്നോട്ട് പോകുവാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളവയാണ്. और देश भर के 60 करोड़ गरीबों को, 60 करोड़ गरीबों को आयुष्मान भारत योजना के तहत 5 लाख रुपए तक का स्वास्थ्य का पूरा खर्चा नरेंद्र मोदी सरकार ने फ्री ऑफ कॉस्ट कर दिया है।
ഭാരതത്തിലെ 60 കോടിയോളം വരുന്ന ദരിദ്രരായിട്ടുള്ളവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായി 5 ലക്ഷം രൂപ വരെ ഓരോരുത്തർക്കും ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന മഹത്തായ ഒരു കാര്യമാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളത്. और मेडिकल एजुकेशन के क्षेत्र में इंफ्रास्ट्रक्चर में ढेर सारी वृद्धि की है. അതുപോലെ വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസ രംഗത്തും ഇൻഫ്രാസ്ട്രക്ചറിന്റെ രംഗത്തും വളരെ വളരെ മഹത്തായ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. 2013-14 में मेडिकल कॉलेजों की संख्या 387 थी, वो बढ़कर आज 648 हुई है. 2013-14 387 മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നത് ഇന്ന് 648 മെഡിക്കൽ കോളേജുകളായി വളർന്നു കഴിഞ്ഞു. और एमबीबीएस सीटों की संख्या 51,000 से बढ़कर 99,000 हुई है. അതുപോലെ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം 51,000 നിന്ന് 99,000 വരെ ഉയർന്നു കഴിഞ്ഞു. और पोस्ट ग्रेजुएट सीटों की संख्या 31,000 से बढ़कर 64,000 हुई है. PG സീറ്റുകളുടെ എണ്ണം 31,000 നിന്ന് 64,000 ഉയർന്നിരിക്കുകയാണ്. 22 नए एम्स देश भर में बनाए गए हैं. 22 പുതിയ AIMSകൾ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഭാരതത്തിൽ മുഴുവനുമായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. और कोरोना के वक्त पूरा विश्व आश्चर्य के साथ भारत की टेक्नोलॉजी से प्राप्त की हुई, रिसर्च से प्राप्त की हुई इस सिद्धि को देख रहा था कि 130 करोड़ लोगों को 230 करोड़ से ज्यादा वैक्सीनेशन मेड इन इंडिया वैक्सीन के माध्यम से करने का काम भारत में हुआ है. കൊറോണ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ ടെക്നോളജിയിലും വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതിയിലും ലോകം മുഴുവനും അത്ഭുതപ്പെടുകയാണ് ഉണ്ടായത്. 130 കോടി ജനങ്ങളുള്ളതിൽ 120 കോടി ജനങ്ങൾക്കും ആ കൊറോണയ്ക്കെതിരായ പ്രതിരോധ വാക്സിനേഷൻ നൽകി ഭാരതം ലോകത്തിന്റെ മുഴുവനും ആശ്ചര്യത്തിന് വഴിയൊരുക്കുകയാണുണ്ടായത്. मित्रों, आज मैं इंस्टीट्यूशन के 25वें साल के समारोह में आया हूं. मैं आशा करता हूं कि अम्मा के आशीर्वाद से ये इंस्टीट्यूशन 50 साल का भी समारोह मनाए और शताब्दी भी इससे भी ज्यादा ग्लोरियस तरीके से मनाए. और अम्मा का आशीर्वाद समग्र देश और विश्व के सभी दुखी लोगों पर, गरीब लोगों पर, सभी लोगों पर अविरत रूप से बरसता रहे, यही मेरी अम्मा के श्री चरणों में प्रार्थना है. नमस्कार. भारत माता की जय.